ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. പത്തൽ എന്നാണ് അതിൻ്റെ പേര്. എൻ്റെ നാട്ടിലത്തെ ഒരു കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് വടകരയിലത്തെ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഏതെങ്കിലും റോസ്റ്റഡ് റൈസ് ഫ്ലോർ എടുക്കുക. ഞാൻ ഇവിടെ ഡബിൾ ഹോഴ്സിൻ്റെ റോസ്റ്റഡ് റൈസ് ഫ്ലോറാണ് എടുത്തേക്കുന്നത്. പത്തിരിപ്പൊടി, പിന്നെ കുറച്ച് കുഞ്ഞുള്ളി, പിന്നെ കുറച്ച് തേങ്ങ, കുറച്ച് ജീരകം, ഇത്രയും എടുത്ത് വയ്ക്കുക. ഒരു 2 കപ്പോളം, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും പൊടി എടുക്കുക. ഇതിപ്പോൾ ഒരു 3-4 പത്തലുണ്ടാക്കാൻ മതി ഇത്രയും പൊടി കൊണ്ട്. നല്ല ഫില്ലിങ് ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എന്നിട്ട് ഉപ്പിടുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരിളം ചൂടുവെള്ളം, അത്ര തിളച്ച വെള്ളം വേണമെന്നില്ല, ഒരിളം ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കുക പൊടി. അത് കുറച്ച് നേരം വയ്ക്കുക. വെള്ളം ആഡ് ചെയ്ത് കുറച്ച് കുഴങ്ങനെ വേണം, പത്തിരി പോലെ ടൈറ്റ് ആകരുത്, കുറച്ച് കുഴങ്ങനെ ആക്കിയിട്ട് വയ്ക്കുക. എന്നിട്ട് നമുക്ക് തേങ്ങ ഒതുക്കിയെടുക്കാം. തേങ്ങയും കുഞ്ഞുള്ളിയും ജീരകവും ഇട്ടിട്ട് പൾസ് മോഡിൽ ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ മാവിലേക്ക് അതിടുക, തേങ്ങ ചതച്ചിടുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കുക. പത്തിരി പോലെ ടൈറ്റ് ആവാൻ പാടില്ല, കുറച്ച് ലൂസായിരിക്കണം. എന്നിട്ട് അപ്പോൾ നമ്മുടെ മാവ് റെഡിയായി. നമ്മൾ ഒരു ഇല എടുക്കും. എന്നിട്ട് മാവിന്ന് ഒരു കൈയിൻ്റെ ഒരു ബോളാക്കിയിട്ട് എടുക്കുക, കയ്യിൽ മാവ്. എന്നിട്ട് നല്ല വട്ടത്തിൽ പരത്തിയിട്ടെടുക്കുക ഇലയിൽ. ഇല വേണമെന്നില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് കല്ലിലേക്ക് പരത്തിയെടുക്കാനേ ഉള്ളൂ. ഇത് കുറച്ച് വാഴയിലയുടെ ഫ്ലേവർ വരും. അപ്പം നമ്മൾ പരത്തിയെടുത്തു. ഇനി നമുക്ക് കല്ല് ചൂടാക്കുക. കല്ല് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് തടവുക. എത്ര വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നു അത്രയും പത്തലിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പം എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ പരത്തി വച്ചേക്കുന്ന മാവ് അതിലേക്ക് ഇടും. എന്നിട്ട് സൈഡിൽ നമ്മൾ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ തൂവും സൈഡിൽ. അപ്പോൾ നല്ല മുരിഞ്ഞ് വരും. മീഡിയം ഫ്ലെയിമിൽ വേണം, കുറച്ച് നേരം വെച്ചിട്ട് ആക്കിയെടുക്കണം. അപ്പോൾ ഓരോ സൈഡ് ഇങ്ങനെ ബ്രൗൺ കളറായി വരുന്നവരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് മറിച്ചിട്ടിട്ട് വീണ്ടും എണ്ണ തൂവി കൊടുക്കുക സൈഡിൽ. അപ്പോൾ നമ്മുടെ പത്തൽ റെഡിയായി. മറിച്ചിട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ബ്രൗൺ സ്പോട്ട്സ് വന്നു. അപ്പം പത്തൽ നമ്മുടെ ആയി. ഇത് നല്ല കറീൻ്റെ, ഇറച്ചിക്കറീൻ്റെ കൂടെയോ ചെറുപയർ കറീൻ്റെ കൂടെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. വെറുങ്ങനെ തിന്നാൻ നല്ല രുചിയാണ്. നമുക്ക് വെറും കല്ല് ആക്കിയിട്ടെടുക്കാം. ഇല വേണമെന്നില്ല, ഡയറക്റ്റ് മാവ് എടുക്കുക, ഒരു ബോൾ പോലെ ആക്കുക. എന്നിട്ട് കല്ലിൽ പരത്തിയെടുക്കുക. കൈ വേണേൽ ഒന്ന് ചെറുങ്ങനെ വെറ്റാക്കാം, പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പൊട്ടില്ല. അധികം നേർങ്ങനെ ആക്കരുത്. അധികം നേർങ്ങനെ ആക്കിയാൽ അത് പൊട്ടിപ്പോവും. പിന്നെ എണ്ണ സൈഡിലേക്ക് ആക്കിയിട്ടെടുക്കുക. എന്നിട്ട്
ബ്രൗൺ സ്പോട്ട്സ് വരുന്നവരെ 2 ഭാഗവും കുക്ക് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ വടകരക്കാരുടെ പത്തൽ. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അപ്പം വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.